اللهم صل على محمد وعلى آل محمد. നമ്മൾ പരിശുദ്ധ ഖുർആൻ ജിന്നുകളെക്കുറിച്ച് പറഞ്ഞ ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജിന്നുകൾ സാധാരണഗതിയിൽ വസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വലിയ വലിയ മലകളുടെ മുകളിലും താഴ്വരകളിലും അതുപോലെ കടലിലും വിജനമായ മരുഭൂമികളിലുമൊക്കെയാണ് സാധാരണ ജിന്നുകൾ വസിക്കുന്നത്. മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് മനുഷ്യരോടൊപ്പം തന്നെ മനുഷ്യൻ വസിക്കുന്ന സ്ഥലങ്ങളിലും താമസിക്കുന്ന ചില ജിന്നുകളെയും പിശാചുക്കളെയും കുറിച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ. പിശാച് തൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയും പിശാചുക്കളെ മുഴുവൻ വിളിച്ചുകൂട്ടുകയും ചെയ്യും. എന്നിട്ട് ഓരോ പിശാചുക്കളോടും ചോദിക്കും, ഇന്നത്തെ ദിവസം നീ എന്താണ് ചെയ്തത്? പിശാചുക്കൾ ഓരോ മറുപടി പറയും. ഒരാൾ പറയും, ഞാനൊരു മനുഷ്യനെ കൊണ്ട് മദ്യം കഴിപ്പിച്ചു, ഞാനൊരു മനുഷ്യനെ കൊണ്ട് ഒരാളെ കൊല ചെയ്യിപ്പിച്ചു, ഞാനൊരു മനുഷ്യനെ കൊണ്ട് കളവ് നടത്തിച്ചു. ഇങ്ങനെ മനുഷ്യൻ പാപമായി കണക്കാക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചെയ്തതായി ഓരോ പിശാചുക്കൾ പറയും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാനം ഒരു പിശാച് പറയും, ഞാൻ ഇന്നൊരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കി. ഉടനെ പിശാചുക്കളുടെ നേതാവായ ഇബ്ലീസ് ആ പിശാചിനെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയും തൻ്റെ കിരീടം ആ പിശാചിന് വെച്ചുകൊടുത്ത് ആ പിശാചിനെ ആദരിക്കുകയും നീ ചെയ്തതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന് പറയുകയും ചെയ്യുമെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അഥവാ ജിന്നുകളിൽപ്പെട്ട മോശമായ അള്ളാഹുവിനെ ധിക്കരിച്ച വിഭാഗത്തിനാണ് ഇബ്ലീസ്, പിശാച്, ശൈത്താൻ എന്ന് നമ്മൾ പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പണി മനുഷ്യരെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രവർത്തികൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിപ്പിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള പ്രവർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കി അവരെ രണ്ടുപേരെയും തലാഖ് ചെല്ലിപ്പിക്കുക എന്നുള്ളത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, അല്ലാഹു തആല വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് പോകാൻ യാതൊരു നിവൃത്തിയും ഇല്ലെങ്കിൽ തലാഖിലൂടെ, ഒരു തലാഖ് ചൊല്ലി തലാഖിലൂടെ വിവാഹ ബന്ധം വേർപെടുത്താനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്തലാഖ്, അള്ളാഹു അനുവാദം നൽകി ഗതികെടുന്ന സന്ദർഭത്തിൽ എങ്കിലും അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള അനുവദനീയമായ കാര്യം ഒരു മനുഷ്യൻ തലാഖ് ചൊല്ലലാണ്. ഇഹ്തസ്സ അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ സിംഹാസനം എന്ന് പറയപ്പെടുന്ന അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങും ഭൂമിയിൽ ഒരു ഭാര്യയും ഭർത്താവും വേർപെടുന്ന സമയത്ത്. നമ്മൾ ആലോചിക്കണം, ഈ ഹദീസിൽ മനുഷ്യൻ ചെയ്യുന്ന മോശമായ പ്രവൃത്തിയായി നമ്മൾ കണക്കാക്കുന്ന പ്രവൃത്തികളൊക്കെ ഓരോ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് ഇബ്ലീസ് പറയുമ്പോഴാണ് ഏറ്റവും അവസാനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തലാഖിലാകാൻ എൻ്റെ പ്രവൃത്തി കാരണമായി എന്ന് ഇബ്ലീസ് പറയുന്നത്. ആ സമയത്താണ് അവരുടെ നേതാവ് ആദരിച്ചുകൊണ്ട് പറയുന്നത്, നീ ചെയ്തതാണ് ഏറ്റവും നല്ല പണി. വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊളിച്ചു കളയാൻ ഒരു തരത്തിലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പൊളിച്ചു കളയുന്നു എങ്കിൽ അവൻ അറിയാതെ തന്നെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ പിശാച് ഇടപെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. പിശാച് ഇടപെട്ടു എന്ന് പറയുമ്പോൾ സഹീഹായ ഹദീസുകളിൽ കാണാം, നബിതങ്ങൾ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ പിശാച് മനുഷ്യരുടെ ഇടയിൽ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ തലാഖ് സംഭവിപ്പിക്കുന്നതിന് വേണ്ടി, പരസ്പരം വഴക്കിടിക്കുന്നതിന് വേണ്ടി രാത്രി വൃത്തിയായി വിരിച്ച മെത്തയിൽ അഴുക്കുകൾ കൊണ്ടുവന്നിടും. ആ സമയത്ത് ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, നീ എന്താണ് വൃത്തിയാക്കാത്തത്? ഭാര്യ പറയും, ഞാൻ വൃത്തിയാക്കിയതാണ്.
അവർ തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കിട്ട് ആ വഴക്ക് വലിയ വഴക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിൽ ബാഹ്യമായി തന്നെ പിശാച് ഇടപെടുമെന്ന് ഹദീസിൽ കാണാം. നമ്മൾ സാധാരണ ഓതുന്ന ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന സൂറത്ത് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർചിന്തകൾ, വസ്വാസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് പിൻവലിയുന്ന പിശാചിന്റെ കാവലിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ് ആയത്തിന്റെ അർത്ഥം. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർചിന്തകൾ ഇട്ട് തന്നിട്ട് പെട്ടെന്ന് പിൻവലിയുന്ന പിശാച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളെ പോലും പിശാച് ചില സന്ദർഭങ്ങളിൽ നിയന്ത്രിക്കും. ആ പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ദുർചിന്തകൾ ഇത്തരത്തിൽ നമ്മളുടെ ദാമ്പത്തിക ജീവിതം തകരാനും തലാഖിലേക്ക് കൊണ്ടെത്തിക്കാനും കാരണമാകും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിൽ മനുഷ്യരുടെ മനസ്സുകളിലും മനുഷ്യരുടെ പ്രവൃത്തികളിലും മനുഷ്യരുടെ കുടുംബ ജീവിതത്തിൽ ബാഹ്യമായി ഇടപെട്ടും പിശാച് മനുഷ്യനെ തലാഖിലേക്ക് കൊണ്ടെത്തിക്കും. വൈവാഹിക ജീവിതത്തിൽ തന്നെ ഇരുന്ന് മരിക്കാൻ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും സാധിച്ചാൽ അത് അല്ലാഹു തആല അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ ധാരാളം ഇങ്ങനത്തെ ദാമ്പത്തിക പ്രശ്നങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വിവാഹമോചനത്തിൽ ഏർപ്പെടുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ജീവിത രീതി പഠിപ്പിക്കുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം, പറ്റുകയില്ലെങ്കിൽ ആദ്യമേ കല്യാണത്തിന് മുമ്പ് നേരത്തെ അന്വേഷിക്കണം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പേരിലാണ് ഈ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അത് അവസാനം വരെ എങ്ങനെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഒരു സഹാബി നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ സഹാബിയോട് വീണ്ടും പറഞ്ഞു, നീ നല്ലതുപോലെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചിട്ടാണോ ഈ തീരുമാനം പറയുന്നത്? ആണെന്ന് പറഞ്ഞപ്പോ വീണ്ടും പറഞ്ഞു, ഉൻദുറു ഫഇന്ന ഫീ അഅ്യുനിൽ അൻസാരി ശൈഉൻ. ഒന്നുകൂടെ പോയി നല്ലതുപോലെ ആലോചിച്ച് ഒന്നുകൂടെ പോയി ആ പെൺകുട്ടിയെയും അവരുടെ വീട്ടുകാരെയും അവരുടെ ജീവിത രീതിയും അവരുടെ സ്വഭാവവും സൗന്ദര്യവും രൂപവും ഒക്കെ അന്വേഷിച്ച് ഉറപ്പിച്ചതിന് ശേഷം വിവാഹം കഴിക്കണം. കാരണം നീ മക്കയിൽ നിന്ന് വന്ന ആളാണ്, നീ കല്യാണം കഴിക്കാൻ പോകുന്നത് മദീനയിൽ ജനിച്ച ഒരു അൻസാരിയായ പെണ്ണിനെയാണ്. അവരുടെ കണ്ണുകളും മൂക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ആളുകളുടെ ഇതിനേക്കാൾ വ്യത്യാസം കാണും. ഫഇന്ന ഫീ അഅ്യുനിൽ അൻസാരി ശൈഉൻ. നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചതുപോലെയല്ല, കണ്ണിനൽപ്പം നീളം കൂടുതലാണ് അല്ലെങ്കിൽ കണ്ണിനൽപ്പം നീളം കുറവാണ് എന്ന് നാളെ പരാതി പറഞ്ഞ് ആ പരാതി പതിയെ നിങ്ങളുടെ ദാമ്പത്തിക ബന്ധം ഇല്ലാതാകാൻ കാരണമാകരുത് എന്ന് അൻസാരിയായ ഒരു സഹാബി കല്യാണം വിളിക്കാൻ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഈ കരാറ് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. രണ്ടാളുകൾ വന്നിരിക്കുന്നു, പരസ്പരം കൈകൊടുക്കുന്നു, പള്ളിയിലെ ഇമാമ് വന്നിട്ട് സവ്വജ്തുക വ അൻകഹ്തുക ബിന്തി കദാ വ കദാ എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നകും അഖദ്തുമൂഹുന്ന ബി അമാനില്ലാഹ് വസ്തഹ്ലൽതും ഫുറൂജഹുന്ന ബി കലിമത്തിൻ മിനല്ലാഹ്. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ പിതാവും വിവാഹം കഴിക്കുന്ന പുരുഷനും രണ്ടുപേരും പരസ്പരം കൈകൊടുത്ത് മറ്റൊരാൾ പറഞ്ഞു തന്ന് ചെല്ലുന്ന അറബിയിലെ ആ വാചകങ്ങളുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ വാചകം പറഞ്ഞ് ആ ബന്ധം ആരംഭിക്കുന്നത് ഈ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ പേര് പറഞ്ഞാണ്. ഈ ആകാശഭൂമികളുടെ സൃഷ്ടാവായ സകലതിനെയും സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ നാമത്തിലാണ് നിങ്ങൾ കരാറിൽ ഏർപ്പെടുന്നത്. അത് കളിയല്ല, കാര്യമാണ്. തമാശയ്ക്ക് പോലും നിങ്ങൾ തലാഖിന്റെ വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തലാഖ് സംഭവിക്കും. കാരണം അള്ളാഹുവിന്റെ പേരിൽ ആരംഭിച്ച ഒരു ദാമ്പത്തിക ബന്ധവും ആ പേരും കൊണ്ട് നിങ്ങൾക്ക് കളിക്കാനുള്ളതല്ല എന്ന് ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ പിശാചുക്കൾ മനുഷ്യന്റെ രൂപത്തിൽ ജിന്നുകളും ഇബ്ലീസുകളും ഇടപെടുന്ന ഒരു രൂപം മനുഷ്യരുടെ ദാമ്പത്തിക ബന്ധം നശിപ്പിക്കുക എന്നുള്ളതാണ്. വേറെ ഹദീസിൽ കാണാം, ഇന്ന ഫിൽ മാഇ ലശൈത്താനുൻ യുഖാലു ലഹു വലഹാൻ. വെള്ളത്തിൽ ചില പിശാചുക്കളുണ്ട്. ആ പിശാചിന്റെ പേര് വലഹാൻ എന്നാണ്. 2-3 കാര്യങ്ങളാണ് ആ പിശാച് ചെയ്യുന്നത്. ഒന്ന്, മനുഷ്യരിൽ വസ്വാസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് എത്ര വെള്ളമൊഴിച്ച് വൃത്തിയാക്കിയാലും വൃത്തിയായതായിട്ട് തോന്നൽ വരികയില്ല. ചില ആളുകൾക്ക് ഉതുവെടുക്കുമ്പോൾ എത്ര കഴുകിയാലും പൂർണ്ണമായി എന്ന് തോന്നൽ വരികയില്ല. കുളിക്കാനുള്ള വെള്ളത്തിൽ ചില ആളുകൾ പള്ളിയിൽ വന്നിട്ട് ഉതുവെടുക്കുന്നത് കാണാം.
ഇത് വസ്വാസാണ്. എന്ത് ചെയ്താലും അങ്ങോട്ട് കറക്റ്റ് ആയില്ല എന്ന് തോന്നൽ വരില്ല. ചില പള്ളിയിലൊക്കെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പോയി നിന്നാൽ കൈകെട്ടാൻ ചില ആളുകൾ വരും. അപ്പൊ അവരിങ്ങനെ കൈ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കൈകെട്ടുന്നത് പോലെ കൈകെട്ടിയാൽ മതി. പക്ഷെ ഇവര് ഓരോ അക്ഷരവും കൃത്യമാണോ എന്ന് നോക്കി അള്ളാഹു പറഞ്ഞിട്ട് ചിലപ്പോൾ അലിഫ് ശരിയായില്ല, ചിലപ്പോൾ ഹാ ശരിയായില്ല, അതിന്റെ മഹ്റജി നല്ല വന്നത് എന്നിങ്ങനെ ചിന്തിച്ച് റുക്കുവയിൽ പോകുന്നത് വരെ അള്ളാഹു അക്ബർ പറഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇത് വസ്വാസാണ്. ഇത് നമ്മളുടെ നന്മയോ അല്ലെങ്കിൽ നമ്മളുടെ ആത്മാർത്ഥതയോ കൊണ്ട് ചെയ്യുന്നതല്ല, പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മോശമായ പ്രവൃത്തിയാണ്. ഇതുപോലെ തന്നെയാണ് കുളിക്കുന്നത്. ചില മനുഷ്യർ കുളിക്കുന്നത് 2 മണിക്കൂറാണ് ചില ആളുകൾക്ക് കുളിക്കാൻ സമയം വേണ്ടത്. ചില പിശാചുക്കളുടെ വാസസ്ഥലമാണ് നമ്മളുടെ കുളിമുറികളും കക്കൂസുകളും. അതുകൊണ്ടാണ് അതിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദുആ ചെയ്തിട്ട് പ്രവേശിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ്. അല്ലാഹുവേ, മോശത്തരങ്ങൾ മനസ്സിൽ തോന്നിപ്പിക്കുന്ന പെൺ പിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ട് ഇടതുകാല് മുന്തിച്ച് വേണം ഈ സ്ഥലങ്ങളിലേക്ക് കയറാൻ എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അധിക സമയം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് പിശാചിന്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ചില ആളുകൾക്ക് എത്ര കുളിച്ചാലും വൃത്തിയായി എന്ന് തോന്നൽ വരികയില്ല. ചില ആളുകൾക്ക് വുളു ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം കഴുകിയാലും വെള്ളം പൂർണ്ണമായി എത്തിയോ എന്ന് സംശയമാണ്. ഇത് സംശയമാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുകയില്ല. നമ്മൾ എന്തോ നല്ല കാര്യമെന്ന് വിചാരിച്ച് 4, 5, 6 പ്രാവശ്യമൊക്കെ വുളു ചെയ്യുമ്പോൾ ഓരോ അവയവങ്ങൾ കഴുകും. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക, അത് 3 പ്രാവശ്യം ചെയ്യുക. വെള്ളം ഒട്ടുമില്ലെങ്കിൽ 1 പ്രാവശ്യം ചെയ്തിട്ട് നിർത്തുക. വെള്ളം എത്രയുണ്ടെങ്കിലും 3-ൽ കൂടുതൽ ചെയ്യൽ. പള്ളിയുടെ വെള്ളമാണെങ്കിൽ ഹറാമാണ്. സ്വന്തം കാശ് കൊടുത്ത് മേടിച്ച വെള്ളമാണെങ്കിൽ കറാഹത്താണ്, നല്ലതല്ല. ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ വുളു ചെയ്യുമ്പോൾ നിനക്ക് എന്തെല്ലാം തോന്നലുണ്ടായാലും 3-ൽ കൂടുതൽ നീ ഒരു അവയവവും കഴുകരുത്. നീ ഒഴുകുന്ന നദിയുടെ കരയിൽ ഇരുന്നിട്ടാണ് വുളു ചെയ്യുന്നതെങ്കിലും. ഒഴുകുന്ന നദിയുടെ കരയിലിരുന്ന് വുളു ചെയ്താൽ വെള്ളം കുറയില്ല. 5, 10 കഴുകിയാലും കുറയില്ല. പക്ഷെ നമ്മൾ വെള്ളം കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വെള്ളം എടുത്ത് കൂടുതൽ പ്രാവശ്യം കഴുകിയാൽ പിശാചിന്റെ സ്വാധീനം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുകയും അത് ശീലമാക്കുകയും എല്ലാ സമയങ്ങളിലും ഈ ശീലം നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായി അതിലൂടെ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകും. നബിതങ്ങളുടെയൊക്കെ കാലത്ത് നമ്മൾ ഇന്ന് വുളു ചെയ്യുന്ന 1 ഗ്ലാസ് വെള്ളത്തിൽ സഹാബാക്കൾ കുളിക്കുമായിരുന്നു എന്ന ഹദീസിൽ കാണാം. 1 ഗ്ലാസ് വെള്ളത്തിൽ കുളിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. വെള്ളമില്ലാത്ത നാട്ടിൽ നമ്മൾ 2-3 മാസം താമസിച്ചു കഴിഞ്ഞാൽ അതിലെ അതിശയോക്തി നമുക്ക് മാറിക്കിട്ടും. അവർ കുളിക്കാൻ എടുത്തിരുന്ന വെള്ളമാണ് ഇന്ന് നമ്മൾ വുളു എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വെള്ളം അനാവശ്യമായി ചെലവഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഏതെല്ലാം ശുദ്ധീകരണമാണെങ്കിലും അതിലെല്ലാം പിശാചിന്റെ സ്വാധീനമുണ്ട് എന്ന് നിബിധങ്ങൾ പറയുകയാണ്. പിശാചുക്കൾ മനുഷ്യനോട് കാണിക്കുന്ന മറ്റൊരു അക്രമം, ചില സന്ദർഭങ്ങളിൽ മനുഷ്യരെ വെള്ളത്തിൽ മുക്കി കൊന്നുകളയും. എല്ലാ സ്ഥലത്തും എപ്പോഴും മുങ്ങി മരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ പിശാച് മുക്കി കൊല്ലപ്പെടുന്നതാണെന്നല്ല. ചില സന്ദർഭങ്ങളിൽ ചില ജലാശയങ്ങളിൽ പിശാചുക്കളുടെ സ്വാധീനമുണ്ടാകും. ചില മനുഷ്യർ കുളിക്കുന്നതിനും നീന്തുന്നതിനും വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പിശാച് ആ മനുഷ്യനെ ഉപദ്രവിക്കും. അടിയിൽ നിന്ന് കാല് പിടിച്ച് വലിച്ചു കളയും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചുഴികളിൽ അകപ്പെടുത്തി കളയും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാറക്കെട്ടുകളിൽ, ചെറിയ പാറക്കെട്ടുകളായിരിക്കും, പക്ഷെ കാൽ അതിന്റെ അടിയിൽ ലോക്കായി പോകും. നല്ലതുപോലെ നീന്തൽ അറിയുന്ന ചില ആളുകൾ, ലോകത്ത് അറിയപ്പെട്ട അങ്ങനത്തെ ചില ആളുകൾ ദുരൂഹമായി വെള്ളത്തിൽ തന്നെ മുങ്ങി മരിച്ച സംഭവങ്ങൾ കാണാൻ സാധിക്കും. മറ്റൊരു വിഭാഗം ജിന്നുകൾ, പിശാചുക്കളെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞു, മനുഷ്യരോടൊപ്പം സഹവസിച്ച് കഴിയും. പ്രത്യേകിച്ച് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമില്ലാത്ത മനുഷ്യർ, ദിക്ർ ഇല്ലാത്ത മനുഷ്യർ, നുഖയ്യിദു ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ആരെങ്കിലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അശ്രദ്ധനായി മാറിക്കഴിഞ്ഞാൽ ഒരു പിശാചിനെ നാം അവനിലേക്ക് അടിച്ചേൽപ്പിക്കും. നമ്മളുടെയൊക്കെ കൂട്ടത്തിൽ ഒരു മലക്കും ഒരു ജിന്നും കാണുമെന്നാണ് നിബിധങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തോ കാര്യത്തിന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, നിന്റെ ഉള്ളിലെ പിശാച് നിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു,
അങ്ങനെ എല്ലാവരുടെ കൂട്ടത്തിലും പിശാചുണ്ടോ? നിബിധങ്ങൾ പറഞ്ഞു, എല്ലാ മനുഷ്യരുടെ കൂട്ടത്തിലും മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു പിശാചും മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മലക്കും കാണും. നമ്മൾ ഈ പിശാചുക്കൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ആളുകളാണ്. നമ്മൾ ഈ നായ എന്ന് പറയും. നായ എന്ന് പറഞ്ഞാൽ അതിൽ പല വിഭാഗം കാണും. ചിലത് മനുഷ്യനെ കണ്ടാൽ ഓടിപ്പോകുന്നത് കാണും, ചിലത് മനുഷ്യനെ കണ്ടാൽ കുരയ്ക്കുന്നത് കാണും, ചിലത് കടിക്കുന്നത് കാണും, കടിച്ച് കൊല്ലുന്നത് കാണും. ഒറ്റക്കടിക്ക് മനുഷ്യന്റെ എല്ല് പൊട്ടിച്ചെടുക്കുന്ന നല്ല വൈറ്റ് ബോയ്സ് ഉള്ള ഈ പിറ്റ്ബുള്ളൊക്കെ പോലത്തെ ബ്രീഡ് ചെയ്തതും സ്വാഭാവികവുമായ പലതരം നായകളുണ്ട്. ചിലതിനെയൊക്കെ വളർത്തണമെങ്കിൽ തന്നെ പ്രത്യേകം ലൈസൻസ് വേണം. ചിലതിനെ വളർത്തിയാൽ അത് മനുഷ്യർക്ക് ഒരു ദ്രോഹവും കുരയ്ക്കുക പോലും ചെയ്യാത്ത നായ്ക്കളുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ ജിന്നുകൾ പല വിഭാഗത്തിലുള്ളതുണ്ട്. ശക്തരായ ആളുകൾ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദമായി പറയുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ വശയാതീന കുല്ല ബന്നാഇൻ വഗവ്വാസ്, മുങ്ങൽ വിദഗ്ധന്മാരും വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നവരുമായ പിശാചുക്കളെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു. നമ്മൾ ഇന്ന് ഫലസ്തീനിൽ കാണുന്ന ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ആദ്യത്തെ രൂപം, അതിന്റെ ആദ്യത്തെ പള്ളി സുലൈമാൻ നബി അലൈഹിസ്സലാം നിർമ്മിച്ചത് ജിന്നുകളായ തൊഴിലാളികളെ കൊണ്ടാണ് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. ലോകത്ത് അറിയപ്പെട്ട വലിയ വലിയ സ്ട്രക്ചറുകൾ, പിരമിഡുകൾ പോലുള്ള വലിയ വലിയ സ്ട്രക്ചറുകളെ കുറിച്ച് ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന ധാരാളം തെളിവുകളുള്ള ഒരു സിദ്ധാന്തമാണ് അത് ഭൂതങ്ങളെ കൊണ്ട്, മനുഷ്യരല്ലാത്ത മറ്റേതോ സൃഷ്ടികളെ കൊണ്ട് പണിയിപ്പിച്ചതാണ് എന്ന്. ഇന്നും നമ്മൾ ആർജിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ പിരമിഡ് പോലത്തെ ഒരു മഹാ സ്ട്രക്ചർ മനുഷ്യരെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ആ കാലത്ത് പിരമിഡുകൾ നിർമ്മിച്ച മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന, ഫിറഔൻമാർ ലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ കാലത്ത് ആ പ്രദേശങ്ങളിൽ പിശാചുക്കളെ ആരാധിക്കുകയും അതിനെ സേവിക്കുകയും അവരെ കൊണ്ട് ഈ വലിയ വലിയ ബ്ലാക്ക് മാജിക്കുകൾ നടത്തുകയും ചെയ്തതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുന്നു. അതിന് തെളിവായി മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല നൽകിയ വടി കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ കക്ഷത്തിന്റെ ഭാഗത്ത് പോക്കറ്റിൽ കൈ ഇട്ടതിന് ശേഷം കൈ വെളിയിലേക്ക് എടുത്താൽ ആ കൈ പ്രകാശിക്കുന്നത് പോലെ തോന്നിക്കും. ഇതാണ് അള്ളാഹു തആല അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന്റെ ദൃഷ്ടാന്തമായിട്ട് നൽകിയത്. ഇതുമായി ഫിറഔനിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഫിറഔൻ മൂസാ നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിക്കുന്നത് ഖുർആൻ പറയുന്നു. ഒരു വലിയ മൈതാനത്ത് ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി മൂസാ നബി അലൈഹിസ്സലാമിനെയും ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാജിക്കുകാരെയും വിളിച്ചു കൂട്ടുന്നു. വിളിച്ചു കൂട്ടിയതിന് ശേഷം അവര് കുറെ കയറുകളുടെ കെട്ടുകൾ ചുമന്നുകൊണ്ടുവന്ന് ആ കെട്ടുകൾ ആ മൈതാനത്തേക്ക് ഇടുന്നു. ആ കയറുകൾ പാമ്പുകളായി മാറുന്നതായി ഖുർആൻ പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആ മത്സരത്തിൽ വിജയിപ്പിക്കുന്ന ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. നമ്മളത് പല പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള പിശാചുക്കളുണ്ട്. ഈ പിശാചുക്കളെ, ജിന്നുകളെ മനുഷ്യർ പലതരത്തിൽ സ്വാധീനിച്ചും കീഴ്പ്പെടുത്തിയും ബന്ധമുണ്ടാക്കിയും ഒക്കെ വെക്കും. മനുഷ്യൻ കാണിക്കുന്ന എല്ലാവിധ അത്ഭുതങ്ങളും എല്ലാവിധ മാജിക്കുകളും ഈ പിശാചുക്കളുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. വേറെ ചില പിശാചുക്കളുണ്ട്, അവര് മനുഷ്യർക്ക് ഭൂമിയിൽ നടക്കാൻ പോകുന്ന രഹസ്യങ്ങൾ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് നമ്മൾ ഈ കൈ നോക്കുന്ന ആളുകളുടെ അടുക്കലും ജ്യോത്സ്യന്മാരുടെ അടുക്കലും ഒക്കെ പോകുമ്പോൾ കൈ നോക്കിയിട്ട്, നമ്മളുടെ മുഖം നോക്കിയിട്ട് ഭാവിയിൽ ഇന്നത് സംഭവിക്കുമെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അത് സംഭവിക്കാം, ചിലത് ആ പറയുന്നതിൽ ചിലത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആരെങ്കിലും അങ്ങനത്തെ ജ്യോത്സ്യന്മാരുടെ അടുക്കലും കൈനോട്ടക്കാരുടെ അടുക്കലും പോയി അവര് പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ കൊണ്ട് അവിശ്വസിച്ചവനാണ് ഇങ്ങനത്തെ ആളുകളുടെ അടുക്കൽ പോയി അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമോ സംഭവിക്കാതിരിക്കുമോ എന്ന് വിശ്വസിക്കലല്ല, മറിച്ച് ഇതെന്തോ ഇയാളുടെ കഴിവ് കൊണ്ട് ഇയാൾ ചെയ്തതാണ്, അള്ളാഹുവിനുള്ളതുപോലെ അദൃശ്യ കാര്യങ്ങൾ അറിയാൻ ഇയാൾക്ക് കഴിവുണ്ട് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറായി പോകുമെന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അപ്പൊ ഇതെല്ലാം ജിന്നുകളിൽപ്പെട്ട
മോശക്കാരായ പിശാചുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗം ചെയ്യുന്നതാണ്. ആകാശത്തിലേക്ക് കയറി മലക്കുകൾ ഭൂമിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് കേട്ടിട്ട് ഭൂമിയിൽ അവരെ സേവിക്കുന്ന ജ്യോത്സ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് അറിയിച്ചു കൊടുക്കും. നിബിധങ്ങൾ പറഞ്ഞു, ഒരു സത്യത്തോടൊപ്പം 99 കളവുകൾ കൂടി ചേർത്ത് അവർ നമ്മളോട് പറയും. ചിലതൊക്കെ സംഭവിക്കുന്നതായിരിക്കും, ചിലത് അതിനുവേണ്ടി ചില സ്റ്റാറ്റിക്സുകൾ ഉപയോഗിച്ചിട്ട് പറയുന്നതായിരിക്കും. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും, കുടുംബത്തില് സുലൈമാൻ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്. കോമൺ ആയിട്ട് എല്ലാ കുടുംബത്തിലും പേരുള്ള കുറച്ച് ആളുകളുടെ പേര് കണ്ടുവെക്കും. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ പരിചയത്തിൽ ഏതെങ്കിലും ഒരു സുലൈമാൻ കാണും. അയാളാണ് നിങ്ങൾക്കെതിരെ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയും. നമ്മൾ സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ട് വിശ്വസിച്ചു പോകും. അതിനുവേണ്ടി ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി അത്ഭുതകരമായ അദൃശ്യമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്ന ചില സ്ട്രാറ്റജികളുണ്ട്. നമ്മൾ പറയുന്നത് പോലെ, പഴയ കാലത്ത് ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും അവിടെ ഒരു കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള ഉണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കോമൺ ആയിട്ട് ബന്ധപ്പെടുന്ന ചില പേരുള്ള ആളുകൾ കാണും. അങ്ങനത്തെ ആളുകളുടെ പേര് ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഇന്ന ആളെക്കുറിച്ചാണ് ഇയാൾ പറഞ്ഞതെന്ന് വിശ്വസിക്കും. നമ്മൾ എന്നിട്ട് വന്നിട്ട് പറയും, എൻ്റെ ബന്ധുവായ ഇന്ന ആളുണ്ടെന്ന് അയാൾക്ക് എങ്ങനെ അറിയാം? അത് അയാൾ അള്ളാഹു കൊടുത്ത അല്ലെങ്കിൽ ദൈവം കൊടുത്ത കഴിവ് കൊണ്ടാണ് അയാൾ അതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പതിയെ നമ്മൾ അയാളെ ബഹുമാനിക്കാനും അയാളെ പൂജിക്കാനും അയാളെ ആരാധിക്കാനും അള്ളാഹുവിന്റെ തൊട്ട് താഴെ കൊണ്ടുവെക്കാനും തയ്യാറാകും. അപ്പൊ ഒന്നെങ്കിൽ ഈ പിശാചുക്കൾ അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അത് തന്നെ നബിതങ്ങൾ പറഞ്ഞു, ഒരു സത്യവും 99 കളവും ചേർത്തിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില പൊടിക്കൈകൾ ഉപയോഗിച്ചിട്ടാണ് മനുഷ്യരെ ഇവർ പറ്റിക്കുന്നത്. അങ്ങനത്തെ ആളുകളുടെ അടുക്കൽ ആരെങ്കിലും പോയി അവർ പറയുന്നത് അങ്ങനെ സംഭവിക്കും എന്ന് വിശ്വസിച്ചാൽ, ചിലപ്പോൾ സംഭവിക്കും, പക്ഷെ ഇയാൾ പറഞ്ഞത് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് വിശ്വസിച്ചാൽ, ഇത് ഇയാളുടെ കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകും. ഈ അത്ഭുതങ്ങളെല്ലാം ജിന്നുകൾ കാണിക്കുന്നത് അത്ഭുതമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവിനപ്പുറമുള്ളത് ആരെങ്കിലും കാണിച്ചാൽ അത് അത്ഭുതമാണെന്ന് വിചാരിക്കും. പക്ഷെ ജിന്നുകൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അപാരമായ കായിക ബലം, വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ്, അതേപോലെ മനുഷ്യന്റെ കണ്ണിൽ പെടാതെ അദൃശ്യനായി നിന്നുകൊണ്ട് മനുഷ്യനെ വീക്ഷിക്കാനുള്ള കഴിവ്, ഈ കഴിവുകളുടെ പേരിൽ അവർ ചെയ്യുന്നതാണ്. അല്ലാതെ അവരെന്തോ അത്ഭുതം കാണിക്കുന്നതല്ല. മനുഷ്യനെ തട്ടിച്ച് നോക്കുമ്പോൾ അത് അത്ഭുതമാണ്, അല്ലാതെ ദൈവികമായ ശക്തിയോ കഴിവോ അല്ല.